കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെണ്ണമന ഇല്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവർ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാരശിലാസ്ഥാപനവും തിരുവാഭരണ സമർപ്പണവും നടന്നു. 2 ദിവസങ്ങളിലായാണ് കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നത്. ഉത്സവത്തിന്റെ 1ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം എന്നിവയും വൈകിട്ട് ദീപാരാധനയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശാഭിഷേകവും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നു. ഏറ്റവും വലിയ പ്രധാന വഴിപാടായ പൊങ്കാല സമർപ്പണമാണ്. അതിന് ഏറ്റവും വലിയ പ്രധാനം ഭക്തജനങ്ങൾ അവരവരുണ്ടാക്കിയ സാധനങ്ങൾ ഭഗവതിക്ക് നേരിട്ട് നേദിക്കാമെന്നുള്ളൊരു പ്രധാന കാര്യം കൂടിയാണ് പൊങ്കാലയുടെ പറഞ്ഞത്. പൊങ്കാല സമർപ്പണം സർവ്വ ഐശ്വര്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് പൊങ്കാല സമർപ്പണം. പൊങ്കാല നിവേദ്യത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെണ്ണമന ഇല്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാര ശിലാസ്ഥാപനം നടന്നു. പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു ഭക്തൻ്റെ 2 ഭക്തരുടെ വകയായിട്ട് ധ്വജപ്രതിഷ്ഠയുടെ ചടങ്ങുകളും കൂടി ഇന്ന് തന്ത്രി മുഖ്യൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭക്തരുടെ എല്ലാവരുടെയും ശ്രമഫലമായി ഒരു തിരുവാഭരണം ഭഗവാനും ദേവിക്കും സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമ്മൾ അനന്തശയന മന്ദിരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി ഉടനെ തുടങ്ങുകയാണ്. സ്റ്റേജിൻ്റെ പുതിയതായി സ്റ്റേജ് നിർമ്മിച്ച ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തു. വിളിച്ചവർക്കും അപേക്ഷിക്കുന്നവർക്കെല്ലാം ഭഗവാൻ തുണയായി എന്ന് നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്കായി വാങ്ങിച്ച തിരുവാഭരണ സമർപ്പണവും പുതിയതായി നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കലാപരിപാടികളിലും പൊങ്കാലയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷത്തോടനുബന്ധിച്ച് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം രക്ഷാധികാരി TV നാരായണൻകുട്ടി, ക്ഷേത്ര ഭാരവാഹികളായ CK ബാബു, KP ബാബു, KR സുനിൽകുമാർ, ശൈല തങ്കച്ചൻ, സിന്ധു സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.